ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പെയിൻറ്റിങ്ങിനായി നമ്മൾ ക്യാംലിൻ ആർട്ടിസ്റ്റ് വാട്ടർ കളറും അതുപോലെ ബ്രസ്റ്റോയുടെ 300 GSM പേപ്പറുമാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ചെറിയ ഒരു സിന്തറ്റിക് സ്ക്വയർ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റുകൾ വരയ്ക്കുന്നത്. പെയിൻറ്റിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയും പിന്നീട് അതിനകത്തുള്ള ഫിഗറുകൾ വരച്ചു ചേർക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഫിഗറുകൾ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള സൗകര്യം, നമ്മൾ പേപ്പറിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊന്നും പെയിൻറ്റ് ആവാത്തതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായി ഫിഗറുകളെ കൃത്യമായി പെയിൻറ്റ് ചെയ്യുന്നതിനും വ്യത്യാസപ്പെടുത്തി വരയ്ക്കുന്നതിനും സാധിക്കും. ഏറ്റവും ചെറിയ ഒരു ഫ്ലാറ്റ് സിന്തറ്റിക് ഹെയർ ബ്രഷാണ് ഞാനിവിടെ ഫിഗറുകൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കോമ്പോസിഷന് ഏറ്റവും അനുയോജ്യം പോർട്രേറ്റ് ഫോർമാറ്റ് ആയതുകൊണ്ട് ആ രൂപത്തിലാണ് നമ്മൾ സ്കെച്ച് തയ്യാറാക്കിയിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഫിഗറുകൾ വളരെ വ്യക്തമായി ചെയ്യുന്ന ഒരു രീതിയായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പെയിൻറ്റിൽ വർദ്ധിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ കൊടുത്തത് കൊബാൾട്ട് ബ്ലൂ ആണ്, ശേഷം ക്രിംസൺ ലേക്ക് ഉപയോഗിക്കാം. ഓവറോൾ നമ്മൾ കൂൾ കളറുകളാണ് ഈ വർക്കിൽ ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും അധികം പെയിൻറ്റ് അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫിഗറുകൾ കുറേ ആടുകളും ഒരു ആട്ടിടയനും ആണ്. വാട്ടർ കളറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വീക്ഷണകോൺ എന്നുള്ളത്. ഈ ഒരു കോമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറ ആംഗിളിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും ദൂരേക്ക് പോകുന്തോറും ഒബ്ജക്ട്സ് മുഴുവൻ ചെറുതായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പെർസ്പെക്റ്റീവ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്ങിന് ഒരു 3 ഡയമെൻഷണൽ ഇഫക്റ്റ് കിട്ടുന്നതായിരിക്കും. കൂടാതെ അത് കൂടുതൽ നാച്ചുറലായിട്ടും കാണപ്പെടും. ഏറ്റവും അടുത്ത് നമ്മൾ കാണുന്ന വസ്തുക്കളും അതുപോലെ തന്നെ ഏറ്റവും അകലെ കാണപ്പെടുന്ന വസ്തുക്കളും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം ആണ് ഇതിൻ്റെ അടിസ്ഥാനം. അകലേക്ക് പോകും തോറും ഒബ്ജക്ട്സ് വാനിഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അല്പം അകലെയുള്ള ഒബ്ജക്റ്റ് പോലും അത്യാവശ്യം വ്യക്തമായി കാണുന്ന രീതിയിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഒരു റെഫറൻസ് ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ രണ്ട് ഭാഗത്തും ബിൽഡിങ്ങുകൾ ഉള്ളതുകൊണ്ട് പെർസ്പെക്റ്റീവ് വളരെ കൃത്യമായി നമുക്ക് വരയ്ക്കുന്നതിനും പെയിൻറ്റ് ചെയ്യുന്നതിനും സാധിക്കും. അകലെയുള്ള വസ്തുക്കൾ മങ്ങിയതും ചെറുതായും കാണപ്പെടുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള വസ്തുക്കളുമായുള്ള അനുപാതം നിലനിർത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആടുകളെയാണ് നമ്മൾ വരയ്ക്കുന്നത്. വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് ഈ ആദ്യ ഭാഗത്ത് കാണുന്ന ആടുകളുടെ പുറകു ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാം. അകലേക്ക് വരുന്ന ഒബ്ജക്റ്റുകൾ നമ്മൾ വളരെ ചെറുതായിട്ട് ചെറിയൊരു ബ്രഷിൻ്റെ ടച്ച് മാത്രം കൊടുത്തുകൊണ്ട് കാണിക്കാം. താഴെ ഭാഗത്ത് അല്പം ഷെയ്ഡ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഡാർക്ക് വാല്യൂ ഉപയോഗിക്കുക. അപ്പോൾ ഓരോ ഫിഗറിനെയും നമുക്ക് വ്യത്യാസപ്പെടുത്തി തന്നെ പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ആകാശത്തിൻ്റെ ഭാഗം പെയിൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്യാൻവാസ് നനയ്ക്കുന്നില്ല, പകരം പെയിൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് പേപ്പറിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കൊബാൾട്ട് ബ്ലൂ അതുപോലെ ക്രിംസൺ ലേക്ക് എന്നിവ ഉപയോഗിക്കാം. പശ്ചാത്തലത്തിലുള്ള ചെറിയ മരത്തിൻ്റെ ഭാഗങ്ങൾ കൂടി അതിനോട് ചേർത്ത് വരയ്ക്കാം. മരത്തിൻ്റെ ഇടയിൽ ചില കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ കൂടി കാണുന്നുണ്ട്.
ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ട് പോരാം. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഡാർക്ക് കളറുകൾ കൂടി ചേർത്ത് പെയിൻറ് ചെയ്യുകയാണ്. പശ്ചാത്തലം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ആടിൻ്റെ കൂട്ടത്തിനെ അതിൽ നിന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുന്ന രീതിയിൽ ശ്രദ്ധയോടെ പെയിൻറ് ചെയ്യുക. ഇടത് ഭാഗത്തുള്ള കെട്ടിടം നീല നിറത്തിലുള്ള പെയിൻറ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂഫ് ഷെയ്ഡും ബ്ലൂ കളറിലാണ് ഉള്ളത്. ഈ ഫ്രണ്ട് ഏരിയ നമുക്കൊരു ലൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങും അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷെയ്ഡ് കൂടി കിട്ടുന്ന രീതിയിൽ ഒരുമിച്ച് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെയിൻറ്റ് പേപ്പറിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്സ്ചറുകൾ ഉണ്ടാകുന്നത് കാണാം. ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗം ഇവിടെ, അതുപോലെ തന്നെ ചില കല്ലുകൾ, അങ്ങനെ ഓരോ എലമെൻസിനെ നമ്മൾ കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്ത് കാണിക്കാം. ഈ റൈറ്റ് സൈഡിലെ കെട്ടിടത്തിലെ ജനലുകൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ പെർസ്പെക്റ്റീവ് നിലനിർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പെയിൻറ്റ് ഉണങ്ങും തോറും ലൈറ്റായിട്ട് ആണ് കാണപ്പെടുക. പല ഭാഗങ്ങളിലും നമ്മൾ ഫിനിഷിംഗ് ടച്ചസ് വീണ്ടും ചെയ്യേണ്ടി വരും.
ഫ്രണ്ട് ഏരിയ കുറേ സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചില ചെറിയ കല്ല് അല്ലെങ്കിൽ ഇലകൾ തുടങ്ങിയ രീതിയിലുള്ള ഒബ്ജക്റ്റുകൾ ചെറിയ ബ്രഷ് ടച്ച് കൊണ്ട് നമുക്ക് കാണിക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ഏരിയയിൽ കുറേ കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളുടെ ഒരു ഷെയ്ഡ് പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവസാനം മാസ്കിംഗ് ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ചുറ്റുമുള്ള ഒരു വൈറ്റ് ബോർഡർ പെയിൻറ്റിങ്ങിനെ കൂടുതൽ മനോഹരമായി കാണിക്കുന്നതിന് സഹായിക്കും. ഏതാണ്ട് ഫിനിഷ് ചെയ്യുകയാണ് നമ്മുടെ പെയിൻറ്റിങ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.